ഒരു പുതിയ തരം തട്ടിപ്പിറങ്ങിക്കണേ നമ്മളെ നാട്ടിൽ. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക, ജാഗ്രത പാലിക്കുക, സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട. ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ മാക്സിമം ആളുകളിലേക്ക് എത്തിക്കും ചെയ്യാം. എന്താ സംഭവം എന്ന് ചോദിച്ചാൽ, വീടുകളിൽ കയറി ഇറങ്ങിയിട്ട് സിം കാർഡ് വേണോ അതല്ലെങ്കിൽ നിങ്ങളെ സിമ്മ് വേറെ നെറ്റ്വർക്കിലേക്ക് മാറ്റി തരണമെന്ന് ചോദിച്ചുകൊണ്ട് കുറച്ച് പെണ്ണുങ്ങൾ ഇറങ്ങിയിരിക്കണേ. അപ്പോൾ ഇതിൻ്റെ പിന്നിൽ ഒരു വമ്പൻ തട്ടിപ്പ് ലോബിയാണ് കിടക്കുന്നത്. കുറേ ആളുകൾ അറിയാതെ അങ്ങനെ വീണുണ്ട്. ഫ്രീ ആയിട്ടാണ് ഇവർ ഈ സർവീസ് കൊടുക്കുന്നത്. കാരണം 200 രൂപ 300 രൂപ റീചാർജ് ചെയ്യുന്ന സിമ്മ് ഫ്രീ ആയിട്ട് സർവീസാണെന്ന് പറഞ്ഞാണ്ട് സിമ്മ് ഫ്രീ ആയിട്ട് കൊടുക്കുകയാണ്. പോർട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്, പുതിയ സിമ്മ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മളെ ആധാറും മറ്റുള്ള രേഖകളും കൊടുത്തിട്ടാണ് നമ്മൾ ഈ സിമ്മ് ആക്ടിവേഷൻ ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ പിന്നിൽ ഒരു വമ്പൻ തട്ടിപ്പ് തന്നെ നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ സൂക്ഷിച്ചാൽ പിന്നെ ഖേദിക്കേണ്ടി വരില്ല. കാരണം നമ്മളെ പേരിൽ വേറെയും സിമ്മ് ആക്ടിവേഷൻ ചെയ്യും, നമുക്ക് സിമ്മ് തരും, വേറെയും നമ്മളെ പേരിൽ സിമ്മ് ആക്ടിവേഷൻ ചെയ്തുകൊണ്ട് അത് മിസ്യൂസ് ചെയ്യുന്നുണ്ട്. കാരണം വേറെ ആളുകൾക്ക് പുറത്തുള്ള കൺട്രിക്ക് അതേമാതിരി സ്റ്റേറ്റിക്കൊക്കെ കൊടുത്തുകൊണ്ട് അത് വല്ല ബംഗാളീസും മറ്റോലും മറിച്ചിലൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ വേറെ വല്ല ഈ കഞ്ചാവ് കേസിലും കഞ്ചാവ് ഉപയോഗിക്കുന്നവരും ഇങ്ങനത്തെ സംഭവങ്ങളിലൊക്കെ വലിയ റാക്കറ്റാണ് ഇതിൻ്റെ പിന്നിലുള്ളത്. അപ്പോൾ അങ്ങനത്തെ യൂസേജിനും വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ സിമ്മ് ആക്ടിവേഷൻ ചെയ്യുന്നത്. നമ്മളൊന്നും അറിയില്ല. പിന്നെ എന്തെങ്കിലും ഇതിൽ ഈ സിമ്മ് ഉപയോഗിക്കുന്ന ആളുകൾ പിടിക്കപ്പെട്ടാലാണ് പിന്നെ ഇതിൻ്റെ പിന്നിലുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ അറിയാം. അപ്പോൾ തൽക്കാലം നമ്മൾ 200-300 റുപ്യ ലാഭിക്കാനും വേണ്ടിയിട്ട് ഇതുപോലത്തെ കെണിയിൽ വീണ് കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് ഗുരുതരമായ പ്രശ്നം നേരിടേണ്ടി വരും. അപ്പോൾ വീട്ടിലുള്ള സ്ത്രീകളോടൊക്കെ പ്രത്യേകം ഈ വിഷയം പറയാം. ഇവർ വരുമ്പോൾ ഇവരെ കോൺടാക്ട് നമ്പറോ അതല്ലെങ്കിൽ ഇവരെ ഓഫീസോ കാര്യങ്ങളോ ഒന്നും പറയുന്നില്ല. ഇവരെ പിന്നെ നമുക്ക് കിട്ടൂല. അപ്പോൾ നമുക്ക് ഇങ്ങനത്തെ സംഗതികളൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ സിമ്മും ഇതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇത് ഏത് പെട്ടിക്കടയിലും ചെന്നാൽ കിട്ടുന്നതാണ്. അവനാൻ്റെ നാട്ടിൽ ഏതെങ്കിലും അറിയുന്ന കടയിൽ ചെന്ന് വാങ്ങുക. പിന്നീട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അവിടെ ചെന്ന് നമുക്ക് പറയുമെങ്കിലും ചെയ്യാം. ഇവരാണെന്നുണ്ടെങ്കിൽ ഇവരെ പിന്നെ പിടിച്ചാൽ ഒരു പിടുത്തവും കിട്ടൂല. അപ്പോൾ അതുകൊണ്ട് ഈ കാര്യങ്ങൾ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. ഒരു വമ്പൻ ലോബിയാണ്, വമ്പൻ തട്ടിപ്പ്, ഒരു വലിയൊരു തട്ടിപ്പ് സംഘമാണ് ഇതിൻ്റെ പിന്നിലുള്ളത്. എയർടെലിൻ്റെ സിമ്മാണ് ഇപ്പോൾ അധികം കണ്ടുവരുന്നത്. എയർടെലിൻ്റെ സിമ്മാണ്, എയർടെലിൻ്റെ ഓഫീസിൽ നിന്നാണെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവർ വരുന്നത്. അപ്പോൾ ഇവരെ കോൺടാക്ട് ചെയ്യാൻ ഒരു നമ്പറും കാര്യങ്ങളും ഒന്നും ഇവർ കൊടുക്കൂല. ഇനി അങ്ങനെ നമ്പർ കൊടുത്താൽ തന്നെ പിന്നെ ഓല വിളിച്ചാൽ അത് കിട്ടൂല, സ്വിച്ച് ഓഫ് ആക്കാരം. അപ്പോൾ ഈ കാര്യങ്ങളൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. മാക്സിമം ഈ വീഡിയോ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക.